ദോ 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 ആ പോണ ഐറ്റത്തിനെ നിങ്ങൾ കണ്ട, മറ്റേ കൈയൊക്കെ ഇങ്ങനെ വെച്ച് മറ്റേ കപ്പും കൊണ്ട് പോണ ഐറ്റം. കഴിഞ്ഞ ദിവസം വരെ നമ്മുടെ ബിഗ് ബോസിലെ വെസൽ ടീമിന്റെ ക്യാപ്റ്റൻ ആയിരുന്നു ആ പോണത്. ഒരു പണിയെടുക്കാനും കഴിയില്ലാത്ത ഒരു വെസൽ ടീം ക്യാപ്റ്റൻ. ഒരു പാത്രം പോലും കഴുകാൻ പറ്റത്തില്ല കുഞ്ഞിന്. കഴുകിക്കഴിഞ്ഞാൽ കുഞ്ഞിന്റെ കൈയൊക്കെ അങ്ങ് വേദനിക്കും. മസ്താനി മോള് അടുത്ത ആഴ്ച അവിടുന്ന് പുറത്തേക്ക് ഇങ്ങ് വരണമെന്ന് ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ട കൂട്ടുകാരെ, അങ്ങനെ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് താഴെ കമന്റിൽ പറയണേ. ഡുണ്ടുമോളിൽ പുറത്ത് പോ അങ്ങനെ ഒന്ന് എഴുതിയിടാൻ പറ്റുമോ നിങ്ങൾക്ക്? എനിക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ടാ. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ, ഈ ഐറ്റം അവിടെ പ്രത്യേകിച്ച് നിന്നിട്ട് ഇവള് എനിക്കൊന്ന് വഴി മാറി വന്നതാ. ഇല്ലെങ്കിൽ ആരോ ഈ കൊച്ചിനെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചു. മോളെ നീ ഒരു പണി എടുക്കണ്ട ബിഗ് ബോസിനകത്തോട്ട് എന്നാൽ ഡെയിലി അങ്ങോട്ട് രാവിലെ എണീക്കുക, ആരെങ്കിലുമൊക്കെ ചൊറിയുക, മാന്തുക, കണ്ടന്റ് ഉണ്ടാക്കുക, എന്തെങ്കിലുമൊക്കെ പറയുക, ഡബിൾ ഡാഡി സിൻഡ്രോ എന്ന് പറയുക, ഇല്ലെങ്കിൽ തന്തയ്ക്ക് വിളിക്കുക. എന്നിട്ട് തന്തയ്ക്ക് വിളിക്കുക ഇൻ ദ സെൻസ് ഇംഗ്ലീഷ് വിളിക്കുക. അതാകുമ്പോൾ പെട്ടെന്ന് ആർക്കും മനസ്സിലാവത്തില്ല എന്നുള്ളതൊക്കെ ഈ കൊച്ചിനാരോ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടാണ് അതിനകത്തോട്ട് വിട്ടേക്കുന്നതെന്ന് തോന്നുന്നു. തെറ്റിദ്ധരിപ്പിച്ച് വിട്ടേക്കുന്ന വഴിമാറി വന്ന് കയറിയ ഒരു കുട്ടിയാണ് എൻ്റെ എൻ്റെ എന്ന് പറയുന്നില്ല കേട്ടോ, ആരുടെയൊക്കെയോ പ്രിയങ്കരിയായ മസ്താനി. അപ്പൊ ബിഗ് ബോസ് സീസൺ 7 എപ്പിസോഡ് 37 ഒരു റിവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റായിപ്പോവും. ഒരു കംപ്ലീറ്റ് റിവ്യൂ ഒന്നും ഞാൻ ചെയ്യുന്നില്ല, കാരണം നിങ്ങൾ എല്ലാവരും എപ്പിസോഡ് കണ്ട ആളുകളായിരിക്കുമല്ലോ. പക്ഷേ ആ ഒരു എപ്പിസോഡിൽ കണ്ട കുറച്ച് കാര്യങ്ങൾ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഒന്നുകൂടെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. പിന്നെ മാടമ്പള്ളിയിലെ മനോരോഗി എൻ്റെ അനീഷേട്ടനാണെന്ന് ഞാൻ ഇന്നലെ അറിഞ്ഞ്. എന്തൊക്കെയാ രാത്രി കാണിക്കുന്നത്? കണ്ടന്റാണ്, അനീഷേട്ടൻ എല്ലാം കണ്ടന്റ് ആണ് അവിടെ, അത് ഉറപ്പുള്ള കാര്യം. അല്ലാതെ വേറെ പ്രത്യേകിച്ച് മറ്റേ ഒന്നും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല. അനീഷേട്ടൻ എല്ലാം കണ്ടന്റാ. അനീഷേട്ടന്റെ കണ്ടന്റ് ഉണ്ടാക്കുന്നതിന്റെ ഇടയ്ക്ക് കൂടെ നമ്മുടെ ഈ മസ്താനി മോൾ ഒരു ചെറിയ ഡയലോഗ് അടിക്കുന്നതൊക്കെ ഞാൻ കേട്ടു. അതിലേക്കൊക്കെ എത്താം. അതിന് മുമ്പായിട്ട് നിങ്ങൾ എപ്പിസോഡിൽ കണ്ട പോലെ നമ്മൾ ഓൾറെഡി ലൈവിൽ സംസാരിച്ചു കഴിഞ്ഞതായിരുന്നു ഈ പാത്രം കഴുകാത്തതിന്റെ ഒരു പ്രശ്നം. അതപ്പോൾ രാവിലെ തന്നെ ജിസയിൽ വന്ന് മസ്താനിയെ വിളിക്കുന്നുണ്ട്. മസ്താനി എന്താണ് അവിടെ, പാത്രം ഒന്നും കഴുകിയിട്ടില്ലേ? എന്തോ ഇത്? അയ്യോ കഴുകിയിട്ടില്ലേ? അയ്യോ ഞാനെല്ലാം കഴുകിയെന്ന് പറഞ്ഞാണല്ലോ ഇരിക്കുന്നത്, കഴുകാത്ത പാത്രങ്ങളുണ്ടോ എന്നൊക്കെ രാവിലെ മസ്താനി ചോദിക്കുന്നുണ്ട്. ഇവളുടെ കണ്ണി കുരുവാണെന്ന് എനിക്ക് തോന്നുന്നത്. 2 ദിവസമൊക്കെ ആയിട്ടുള്ള പാത്രങ്ങളൊക്കെ അവിടെ കിടക്കുന്നത് കഴുകാതെ. വെസൽ ടീമിന്റെ ക്യാപ്റ്റന് വന്ന് കയറി വൈൽഡ് കാർഡ് എൻട്രി നടത്തി ആദ്യം തന്നെ ഒരു ടീമിന്റെ, ഒരു വെസൽ ടീമിന്റെ ക്യാപ്റ്റൻ വരെ ആക്കി കൊടുത്തു. എന്നിട്ടൊരു മാങ്ങയും ചെയ്യാൻ പറ്റാത്ത ഒരാളാണ് മസ്താനി. അവക്ക് വന്ന് കയറിയപ്പോൾ മറ്റേ അപ്പാനിയുടെ ഇറക്കി വിടാനൊക്കെ ആയിട്ട് ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ആയിരുന്നു. അനീഷിന്റെ ഡിവോഴ്സിന്റെ കാര്യങ്ങൾ പറയുക, ഇതിനൊക്കെയാണ് മസ്താനിക്ക് കൂടുതൽ ഇൻട്രസ്റ്റ്. അവിടെ കൊടുത്തിരിക്കുന്ന ഒരു പണി ചെയ്യാനും കഴിയത്തില്ല, കൂടെ ഉള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കാനും കഴിയത്തില്ല. അതാണ് മസ്താനി. അപ്പൊ എന്താണെങ്കിലും രാവിലെ ജിസയിൽ ഇത് ചോദിക്കുന്നുണ്ട്. അപ്പൊ ജിസയിൽ ഇത് ചോദിച്ചിട്ട് ജിസയിൽ പറയുന്നു വന്ന് കഴുകുക, പാത്രമൊക്കെ കുറെ കിടപ്പുണ്ട്. നമ്മൾ കണ്ടതാണ് എന്തോരം പാത്രം അവിടെ കിടക്കുന്നത്, കൂട്ടിയിട്ടേക്കുക. അപ്പം അത് കഴിഞ്ഞിട്ട് ജിസയിൽ അങ്ങ് കിച്ചണിൽ പോകുന്നുണ്ട്. പിന്നെ ബിന്നി അവിടെ നിൽപ്പുണ്ട്. ബിന്നിയോട് വന്നിട്ട് ജിസയിൽ പറയുന്നുണ്ട്, ബിന്നി നീ ഒരു കിച്ചൺ ടീമിലുള്ള ഒരാളാണല്ലോ, നീ അവരെക്കാട്ടിലും മുമ്പ് വന്ന ഒരാളാണല്ലോ, നിനക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തൂടെ, ഒന്ന് പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്തൂടെ ആ പിള്ളേരെ എന്നൊക്കെ വളരെ നീറ്റായിട്ട് ജിസയിൽ ചോദിക്കുന്നുണ്ട്. ഉടനെ ബിന്നി മറ്റേ അങ്ങോട്ട് ചാടിത്തുള്ളി ഇറങ്ങി. കാരണം ബിന്നിക്ക് കണ്ടന്റ് ഒന്നും ഇല്ല ഇപ്പോൾ വലുതായിട്ട്. അപ്പൊ എന്തെങ്കിലും കണ്ടന്റ് വേണമല്ലോ, ഉണ്ടാക്കണമല്ലോ, അത് വേറെ കാര്യം. പിന്നീട് ആ ഒരു സൈഡ് കൂടെ നമ്മൾ നോക്കണം. പക്ഷെ ബിന്നി എന്ത് പറഞ്ഞാലും ബിന്നിക്ക് ഇപ്പോൾ ഉൾട്ടയടിക്കുക. തിരിച്ച് ബിന്നിക്ക് തന്നെ പണിയായിട്ട് വരികയാണ് ബിന്നി പറയുന്ന കാര്യങ്ങൾ. അത് ഞാൻ വളരെ വ്യക്തമാക്കി തരാം. എന്താണെങ്കിലും ഈ ബിന്നി കപ്പൊന്നും ആരും ഞങ്ങൾ കഴുകത്തില്ല എന്നൊക്കെ ബിന്നി പറയുന്നുണ്ട്. കപ്പൊന്നും നമുക്ക് കഴുകാൻ പറ്റത്തില്ല, അതൊക്കെ കുടിച്ച് ആരാണെങ്കിലും അവർ തന്നെ കഴുകിക്കോണം എന്നൊക്കെ ബിന്നി പറഞ്ഞ് ചെറിയ ഒരു വാക്ക് തർക്കം അവിടെ ഉണ്ടായിട്ട് അങ്ങ് പോകുന്നുണ്ട്. പിന്നെ നമ്മുടെ നൂറ ആദിലയൊക്കെയാണ് കാണിക്കുന്നത്. നൂറ ആദില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ ഓൾറെഡി ലൈവിൻ്റെ അപ്ഡേറ്റിലും പറഞ്ഞതാണ്, ഈ നൂറ ഒരു നല്ലൊരു ഗെയിമറാണ്. നൂറയ്ക്ക് പലതും തിങ്ക് ചെയ്യാനും പലതും അവിടെ കളിക്കാനായിട്ടുള്ള ഒരു ഇന്ന മൈൻഡ് ചെയ്യുന്ന, ലൈക്ക് ഷീ ഹാസ് സംതിങ്. ഒരു ഗെയിം ഇങ്ങനെ കളിക്കാം എന്നുള്ളൊരു സാധനം എപ്പോഴും തലയിലുണ്ട്. പക്ഷെ ആദിലയ്ക്ക് അതില്ല. ആദിലയ്ക്ക് നൂറെ അത് പറഞ്ഞു കൊടുക്കണം. ഞാനതിൽ നിന്ന് വളരെ വ്യക്തമായിട്ട് 1-2 പോയിന്റിൽ ഞാനത് ശ്രദ്ധിച്ചു. പിന്നെ ഈ നൂറ ആരെ നോമിനേറ്റ് ചെയ്യണം എന്ന് നൂറയ്ക്ക് ഒരു കൺഫ്യൂഷൻ വന്നു കഴിഞ്ഞാൽ ആദില അപ്പുറം നിന്ന് ഹെൽപ്പ് ചെയ്യുക. ബേബി നീ വെയിറ്റ് ചെയ്യും, ഞാനൊന്ന് ആലോചിക്കട്ടെ. ആദില ആലോചിക്കേണ്ട കാര്യം എന്താണെന്ന് ഞാൻ ആലോചിച്ചപ്പോൾ, ആദില എന്തിനാ ആ ഒരു ഡയലോഗ് പറയുന്നു, ആദില എന്തിനാണ് അത് ആലോചിക്കാൻ പോകുന്നത് എന്നാണ് എൻ്റെ മൈൻഡിൽ ഫസ്റ്റ് പോയത്. കാരണം നൂറ എന്ന് പറയുന്നതും ആദില എന്ന് പറയുന്നതും ഇന്ന് ഇൻഡിവിജ്വൽ ഗെയിമേഴ്സാണ്. 2 പേർക്കും അവരുടേതായിട്ടുള്ള ഗെയിം വേണം. അല്ലാതെ ഒരാൾ പറയേണ്ടത് മറ്റൊരാൾ തിങ്ക് ചെയ്തിട്ട് അയാളും കൂടെ ഇതിനകത്ത് ഹെൽപ്പ് ചെയ്യുക, ആ ഒരു പരിപാടിയോട് എനിക്ക് തീരെ താല്പര്യമില്ല. അങ്ങനെ ഒരു ഗെയിമാണ് അവർ മുന്നോട്ട് കൊണ്ടുപോകാൻ നിൽക്കുന്നതെങ്കിൽ ഒരാൾ പുറത്തു പോകുന്നതായിരിക്കും നല്ലത്. അത് എനിക്ക് പറയാനുള്ളത്, ആദില പുറത്തു പോകുന്നതായിരിക്കും നല്ലത്. നൂറ ഒറ്റയ്ക്ക് നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ഗംഭീര ഗെയിമൊക്കെ ചിലപ്പോൾ നമുക്ക് കാണാൻ സാധിച്ചേക്കും.
അപ്പോൾ എന്താണെങ്കിലും ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പിന്നെ നൂറ പറയുന്നുണ്ട് എനിക്ക് ആര്യനെ വലിയ താല്പര്യമില്ല, അവനെ അങ്ങ് നോമിനേറ്റ് ചെയ്യാം. കാരണം നൂറയ്ക്ക് ഒരു പവർ ഉണ്ടല്ലോ, 3 ആഴ്ചത്തേക്ക് നൂറെ എന്തായാലും ആർക്ക് നോമിനേറ്റ് ചെയ്യാൻ പറ്റത്തില്ല, നൂറ എവിക്ഷന് വരത്തില്ല. അതുപോലെ തന്നെ നൂറയ്ക്ക് ഒരാളെ ഡയറക്റ്റ് നോമിനേഷനിൽ ഇടാം. ആര്യനെയാണ് എന്തായാലും എടുത്തിടുന്നത്. അപ്പം ഇതൊക്കെ ഇടുന്നതിന് മുമ്പ് തന്നെ നൂറയുടെ മനസ്സിലുണ്ട് ആര്യനെ ഇടാം, കാരണം എനിക്ക് അവനെ വലിയ താല്പര്യമില്ല. അപ്പം അതിൽ പറയുന്നു അഭിലാഷ് അവൻ ഭയങ്കര ക്രൂക്കടാണ്, അവനെ വേണമെങ്കിൽ ഇടാം. അതിലൊരു കാരണവശാലും ഇത് പറയേണ്ട കാര്യമില്ല, കാരണം നൂറയുടെ ഇഷ്ടമാണ്. പക്ഷെ അവിടെയും ഇവർ രണ്ടുപേരും ഒന്നിച്ച് വന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ ഒരു ഇൻഡിവിജ്വൽ ഗെയിം രണ്ടുപേരുടെക്കും വരുന്നില്ല. പിന്നെ ആദില, നൂറ, ഷാനവാസ്, ബിന്നി, അനീഷ് ഇവർ 4 പേരും കൂടെ നമ്മുടെ മറ്റേ ഇവിടെ ഇരിക്കുമ്പോൾ എവിടെയാണെന്നറിയോ, മേക്കപ്പ് റൂമിൻ്റെ അവിടെ ഇരിക്കുമ്പോഴാണ് അനീഷ് മറ്റേ സുപ്രൂട്ടൻ വിളി. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആദില, നൂറ അവരുടെ ഒരു ഗെയിമായിട്ട് കൊണ്ടുപോകുന്നതാണ്, ചെറിയ രീതിയിൽ അനീഷിനെ ഒന്ന് ചൊറിയാൻ. പക്ഷെ അനീഷിനും പ്രത്യേകിച്ച് കണ്ടന്റ് ഇല്ലാത്തത് കൊണ്ട് അനീഷും തിരിച്ചു പിടിക്കുന്നുണ്ട് അതിനകത്ത്, മനസ്സിലായില്ലേ? അതാണ്. ഇല്ലെങ്കിൽ ഞാനിപ്പോൾ ആലോചിച്ചു, നമ്മുടെ അനീഷിൻ്റെ ഡിവോഴ്സ് കാര്യം, അനീഷിൻ്റെ വീട്ടിലെ പേഴ്സണൽ കാര്യം വരെ നമ്മുടെ മസ്താനി കയറി വന്ന് പറഞ്ഞപ്പോൾ പോലും അനീഷ് തിരിച്ചൊന്നും മിണ്ടിയില്ല. നീ പറഞ്ഞോ മോളെ, നീ പറഞ്ഞോ എന്ന് പറഞ്ഞ അനീഷ് ഇന്ന് ഈ സുപ്രൂട്ടം വിളിയിൽ അനീഷ് പ്രൊവോക്ക് ആവുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. ഒരിക്കലും അനീഷ് പ്രൊവോക്ക് ആവത്തില്ല, അനീഷ് ട്രിഗർ ആവത്തില്ല. അതിൽ ആ ഒരു വിളിയിലൊന്നും അനീഷ് ഒരിക്കലും ട്രിഗർ ആവത്തില്ല. പക്ഷേ അനീഷ് ഇന്നത് ട്രിഗർ ആയതുപോലെ അഭിനയിച്ചതായിരിക്കാം, കാരണം അനീഷിനും പ്രത്യേകിച്ച് ഇന്ന് കണ്ടന്റ് ഒന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കണ്ടന്റ് വേണം. അനീഷ് ഇന്ന് ഒരുപാട് കണ്ടന്റ് ഉണ്ടാക്കി, പ്രത്യേകിച്ച് ഈ സുപ്രൂട്ടൻ്റെ കേസിൽ ഈ നമ്മുടെ മേക്കപ്പ് റൂമിലിരുന്ന് ചെറിയൊരു ഒറസിൽ വരുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട് എന്നെ അങ്ങനെ വിളിക്കരുത്, എനിക്കത് ഇഷ്ടമല്ല. അപ്പോൾ അതെന്താ വിളിച്ചാൽ പ്രശ്നം? അപ്പോൾ അനീഷ് പറയുന്നുണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ. അപ്പം ഇവർ ആദില, നൂറയൊക്കെ പറയുന്നൊരു കാര്യം, നിങ്ങൾ ഷാനവാസിനെ എന്തൊക്കെ വിളിക്കും, മണ്ടന് വിളിക്കും, പൊട്ടന് വിളിക്കും, കഴുതേന്ന് വിളിക്കും. അപ്പം നിങ്ങളെ ഞങ്ങൾക്ക് എന്താ ഇങ്ങനെ ഒരു പേര് വിളിച്ചു കഴിഞ്ഞാൽ? അപ്പം അനീഷ് പറയുന്നുണ്ട് ഞാൻ എൻ്റെ വാക്കുകളൊക്കെ കറക്റ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് ഒരുപാട് തെറ്റ് പറ്റിയിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ബിന്നി ചോദിക്കുന്നു അതിന് ചേട്ടൻ സോറി പറഞ്ഞായിരുന്നോ? ഉടനെ അനീഷ് പറയുന്നു സോറി ഒന്നും ഞാൻ പറയത്തില്ല മോളെ, അതൊന്നും നീ പ്രതീക്ഷിക്കേണ്ട, സോറി ഒന്നും എൻ്റെ ഭാഗത്തുനിന്ന് ഒരിക്കലും കേൾക്കത്തില്ല. പക്ഷേ ഈ സുപ്രൂട്ടൻ എന്നുള്ള വിളി എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അത് ഞാൻ പറയട്ടെ, അനീഷിൻ്റെ ഒരു ഗെയിം മാത്രമാണ്, അനീഷിൻ്റെ കോണ്ടന്റ് മാത്രമാണ്. അതാണ് ഞാൻ നേരത്തെ വ്യക്തമായിട്ട് പറഞ്ഞത്. അനീഷിന് ആ ഒരു വിളിയൊന്നും അനീഷിൻ്റെ രോമത്തിൽ പോലും ഏക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ കോണ്ടന്റ് വേറെ ഒന്നും ഇല്ലായിരുന്നപ്പോൾ അവതെ കയറി തിരിച്ചടിക്കുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ അതിൽ എന്തായാലും പറയുന്നുണ്ട്, ഷാനവാസ് ചോദിക്കുന്നുണ്ട് ഈ പേര് എവിടുന്ന് കിട്ടി, ഈ പേര് നിങ്ങൾക്ക് എവിടുന്നാണ് കിട്ടുക ഈ സുപ്രൂട്ടൻ? അപ്പം അതിൽ പറയുന്നുണ്ട് ഒരു കാര്യമുണ്ട്, ഈ രാവിലെ അനീഷ് എണീറ്റിട്ട് മറ്റേ സുപ്രഭാതം ബിഗ് ബോസ് ആ സാധനം ഉണ്ടല്ലോ, അപ്പം അതിനകത്തുനിന്നാണ് ഈ സുപ്രൂട്ടൻ ആ ഒരു സാധനം കിട്ടിയെന്ന് പറയുന്നുണ്ട്. അത് കൊള്ളാം കേട്ടോ, നല്ല പേര്, എനിക്ക് ഇഷ്ടപ്പെട്ടു സുപ്രൂട്ടൻ. അപ്പം എന്താണെങ്കിലും ഇതൊക്കെ കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ബാത്റൂം ഏരിയയിൽ നിന്നിട്ടാന്ന് തോന്നുന്നു നമ്മുടെ ജിസയിലും അക്ബറും കൂടെ ചെറിയ രീതിയിൽ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഈ പാത്രം കഴുകാത്തതിൻ്റെ ബേസിലായിട്ടുള്ള സംസാരങ്ങളാണ്. ഈ പാത്രം കുറച്ച് ദിവസങ്ങളായിട്ടാണ് കിച്ചൺ ടീമിലെ പ്രശ്നങ്ങൾ മിക്കപ്പോഴും നടക്കാറുള്ളതാണ്. പക്ഷേ ഈ പാത്രം കഴുകാത്തതിൻ്റെ പ്രശ്നം അങ്ങനെ വലിയ പ്രശ്നമായിട്ട് ഒരു ദിവസം മൊത്തം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം ആവാറില്ല. പക്ഷേ ഇന്ന് അതാവാനായിട്ടുള്ള കാരണം ഒരു ഗുണവും ഇല്ലാത്ത, ഒരു കഴിവും ഇല്ലാത്ത, ഒരു പാത്രം പോലും കഴുകാൻ അറിയാത്ത ഒരു ക്യാപ്റ്റനാണ് വെസൽ ടീമിൻ്റെ എന്നുള്ളത് അതാണ് മെയിൻ. അതുകൊണ്ടാണ് മസ്താനി. അപ്പോൾ എന്താണെങ്കിലും ഈ ഒരു സംസാരം അവിടെ നടക്കുന്നുണ്ട്. അതിനുശേഷം അക്ബർ ബിന്നി എടുക്കെന്ന് ചോദിക്കുന്നുണ്ട്, അതായത് കഴിഞ്ഞ ദിവസത്തെ പാത്രം പോലും നിങ്ങൾ കഴുകിയിട്ടില്ല. പിന്നെ ബിന്നി ഉന്നയിക്കുന്ന വലിയൊരു പ്രശ്നമുണ്ട് രാവിലെയൊക്കെ, അത് ഞാൻ പറയാൻ വിട്ടുപോയി. അത് വേറൊന്നുമല്ല, ബിന്നി ഈ നമ്മുടെ ഗ്ലാസ് കഴുകാനായിട്ട് ജിസയിൽ പറഞ്ഞു, അതായത് ചായ കൊടുക്കണം, അതിനുവേണ്ടി ഗ്ലാസ് കഴുകാൻ പറഞ്ഞപ്പോൾ ബിന്നി അത് കഴുകി കൊടുത്തു. പക്ഷേ അവിടെ 10 പേർക്ക് ചെറിയ പാത്രത്തിനകത്താണ് ചായ ഉണ്ടാക്കി, അതുകൊണ്ട് തന്നെ എല്ലാവർക്കും കിട്ടിയില്ല. അപ്പോൾ ബിന്നി ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ട് എല്ലാവർക്കും കിട്ടിയില്ല, നിന്റെ ഫേവററ്റിസം അല്ലേ, നിന്റെ ഇഷ്ടപ്പെട്ട 10 പേർക്കല്ലേ കൊടുത്തത്? അപ്പം ജിസയിൽ പറയുന്നു ചെറിയ പാത്രം ഉണ്ടായിരുന്നുള്ളൂ, വലിയ പാത്രം അവിടെ കിടക്കുമായിരുന്നു നിങ്ങൾ കഴുകാഞ്ഞിട്ട്. ഉടനെ ബിന്നി ചോദിക്കുന്നു അത് നീ പറയണമായിരുന്നു വലിയ പാത്രം കഴുകി തരാൻ, അപ്പം ഞങ്ങൾ വലുത് കഴുകി തന്നേനെ, ഇത് നീ അവിടെ ഇരുന്ന. അപ്പം എനിക്ക് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജിസയിൽ എന്തിനാ പറയുന്നത് നീ പാത്രം കഴുകി തരണം, അതിനകത്താണ് എനിക്ക് ഉണ്ടാക്കേണ്ടതെന്ന് ജിസയിൽ പറയേണ്ട കാര്യമുണ്ടോ? ഇല്ല, ഞാൻ ഒരിക്കലും അതിനെ യോജിക്കുന്നില്ല ബിന്നി പറഞ്ഞതിനോട്. കാരണം അവിടെ അത്രയും പാത്രം കിടക്കുമ്പോൾ ആ പാത്രം കഴുകി വെക്കുക, തലേ ദിവസത്തെ പാത്രങ്ങളാണ്, അതൊക്കെ കഴുകി വെക്കുക എന്നത് അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അവർ പ്രോപ്പറായിട്ട് അത് കഴുകി വെച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ ചെറിയ പാത്രത്തിന് പകരം ജിസയിൽ വലിയ പാത്രം എടുത്തങ്ങ് ചായ ഇട്ടേനെ, അത്രേ ഉള്ളൂ. ഇത്രയും ദിവസം അങ്ങനെ ആയിരുന്നല്ലോ, അങ്ങനെ തന്നെ ഇട്ടേനെ. ഇത് അവരുടെ ഭാഗത്തുനിന്ന് പറ്റിയൊരു തെറ്റ്. അത് പിന്നെ ജിസേലിൻ്റെ നെഞ്ചത്ത് വെക്കുന്നതാണ്. എനിക്കത് തോന്നിയത് എന്താണെങ്കിലും ജിസേൽ അത് പറഞ്ഞായിരുന്നെങ്കിൽ ഞാനങ്ങ് ചെയ്തു കൊടുത്തേനെ. കപ്പ് ചോദിച്ചപ്പോൾ ഞാൻ ചെയ്തു കൊടുത്തില്ലേ. അങ്ങനെ എല്ലാം ചോദിച്ച് ചെയ്തു കൊടുക്കാനായിട്ട് ബിന്നി എന്താണ് ജിസേലിൻ്റെ വേലക്കാരി എടുക്കുക, വന്നിട്ട് വേലക്കാരി അത് തൂക്കൂ, വേലക്കാരി ഇത് തൂക്കൂ എന്ന് പറഞ്ഞ് ചെയ്യിപ്പിക്കണോ ജിസേൽ? അങ്ങനെ എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ ഒരിക്കലും ബിന്നി പറഞ്ഞതിനോട് യോജിക്കുന്നില്ല കേട്ടോ. ബിന്നി ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞത്. ബിന്നി
പ്രോപ്പറായിട്ട് കണ്ടന്റ് ഉണ്ടാക്കാൻ ഇറങ്ങിയിട്ട് ലാസ്റ്റ് ബിന്നിക്ക് തന്നെ പണി മേടിച്ചു വെക്കുന്ന തരത്തിലുള്ളൊരു കണ്ടന്റ് മേക്കിംഗ് ആണ് ഇപ്പൊ ബിന്നിയുടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യമൊന്നും അങ്ങനൊന്നും അല്ലായിരുന്നു. ആദ്യമേ നല്ല കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന ബിന്നിയാണ് ഇപ്പൊ മൊത്തത്തിൽ കയ്യിൽ നിന്ന് പോയിരിക്കുകയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഈ അക്ബർ വന്ന് ഈ സംസാരം ഉണ്ടായതിനു ശേഷം അപ്പോഴും ഇതിനെപ്പറ്റിയായി പറയുന്നത്, ഈ ചായ ഉണ്ടാക്കുന്നതിന്റെ കേസും. പിന്നെ അക്ബർ ചോദിച്ചു എന്ത് ഫേവററ്റിസമാണ്, ഞാൻ അവളുടെ ഫേവററ്റ് ആയിട്ടുള്ള ഒരാളാണ്, പക്ഷെ എനിക്ക് പോലും രാവിലെ ചായ കിട്ടിയില്ല. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു സൈഡിലിരുന്ന് അനുമോള് പറയുന്നത് കേട്ടോ, എനിക്ക് ഇങ്ങനെയുള്ള കേസിനാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോഴാണ് എനിക്ക് ഒരു കാരണവശാലും യോജിക്കാൻ പറ്റത്തില്ല. ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇപ്പം കുറെ ചേച്ചിമാർ വരും, അനുമോൾ ഞങ്ങളുടെ സ്വന്തം അനുമോൾ നീ എന്താ പറഞ്ഞത്, അവൾ നല്ല കുട്ടി, എന്ത് പറഞ്ഞെന്ന് പറഞ്ഞാലും തെറ്റ് കണ്ടാൽ ഞാൻ പറയും അത് വേറൊന്നുമല്ല. അനുമോൾ പറയുന്ന ഡയലോഗുകൾ ചിലത് വളരെ മോശമാണ്. ഇന്ന് തന്നെ ഈ ഒരു പ്രശ്നം നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് അനുമോൾ പറയുകയാണ്, ജിസയിൽ ചായ ഇട്ട ആണുങ്ങൾക്ക് മാത്രമേ കൊടുക്കത്തുള്ളൂ, പെണ്ണുങ്ങൾക്ക് കൊടുക്കത്തില്ല എന്നുള്ളൊരു സാധനമൊക്കെ അനുമോൾ പറയുന്നത് കേട്ടു. സത്യം പറഞ്ഞാൽ ഇതൊക്കെ ഇപ്പോഴൊക്കെ അനുമോൾക്ക് ഗംഭീര PR ഉണ്ട്, കുറെ വീട്ടമ്മമാർ ചേച്ചിമാരും സപ്പോർട്ട് ഉള്ളത് കൊണ്ട് പോകാം. പക്ഷെ എന്നെങ്കിലും ഇതൊന്ന് ഡൗൺ ആവും, അന്ന് അനുമോൾക്ക് പണി കിട്ടും, ഈ സാധനമൊക്കെ തിരിച്ച് പൊങ്ങി വരും. ഒന്നുമില്ലെങ്കിൽ പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ ഈ സാധനമൊക്കെ കുത്തിപ്പൊങ്ങി വരുമ്പം അനുമോക്ക് ഇട്ട് തന്നെ അടി കിട്ടും. അപ്പൊ ഈ വീട്ടമ്മ ചേച്ചിമാരൊന്നും കാണത്തില്ല. കാരണം വളരെ മോശമായിട്ടുള്ളൊരു കാര്യം ഈ പറയുന്നത് അല്ലേ. ആണുങ്ങൾക്ക് എന്തോ ആണുങ്ങളുമായിട്ട് അങ്ങ് യോജിപ്പിക്കുകയാണ് ജിസൈലിനെ. ആ ഒരു പരിപാടി കുറേ തവണ കണ്ടു, വളരെ മോശമാണ്. എനിക്ക് അതിനോട് എന്തായാലും യോജിക്കാൻ പറ്റുന്നില്ല. അതത്ര ഒരിക്കലും എനിക്ക് യോജിക്കാൻ പറ്റുന്ന ഒരു പരിപാടിയാണത് അനുമോൾ ആ കാണിക്കുന്നത്. അത് അതിൻ്റെ ആവശ്യമില്ല. ആണുങ്ങൾക്ക് മാത്രമേ അവൾ ചെയ്തു കൊടുക്കത്തുള്ളൂ, പെണ്ണുങ്ങൾക്ക് കൊടുക്കത്തില്ല. റെന ഫാത്തിമ പെണ്ണല്ലേ, റെന ഫാത്തിമ സുഹൃത്താണല്ലോ, വളരെ അടുത്ത സുഹൃത്താണല്ലോ, ചെയ്തു കൊടുക്കാറുണ്ട്. അപ്പോൾ പിന്നെ ആ വർത്താനമൊക്കെ അത് ഭയങ്കര ബോറായിട്ട് എനിക്ക് തോന്നി എന്താണെങ്കിലും. പിന്നെ ആദില, നൂറ, അനീഷ് ഇവരുടെ ഒരു ചെറിയ പ്രശ്നം, വീണ്ടും സുപ്രൂട്ടൻ വിളി നല്ല രീതിയിൽ. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് തോന്നുന്നു ഷാനവാസൊക്കെ കയറി വന്ന് ഭയങ്കര രസമായിരുന്നു കേട്ടോ. ഇവരുടെ ഒരു വഴക്കെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രസമുണ്ട്. ഈ ബിന്നിയൊക്കെ രാവിലെ കിടന്ന് ചുമ്മാ അലക്കുന്ന കണ്ടു, ഒരു രസവും ഇല്ല കാണാൻ. പക്ഷേ ഈ ആദില, നൂറ, നമ്മുടെ അനീഷ് ഇവരുടെയൊക്കെ ഒരു നല്ല രസമുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഷാനവാസ് വരുന്നു, അനീഷ് കണ്ടന്റ് ഉണ്ടാക്കുകയാണ്. ആദില, നൂറ എന്തോ എനിക്ക് തോന്നുന്നു നമ്മുടെ സാബുമോൻ അതുവഴി പോയപ്പോഴത്തേക്ക് മറ്റേ ഗോതമ്പൊടി എങ്ങാണ്ട് ഇങ്ങനെ എടുത്ത് പൊക്കി മസിൽ പെരുപ്പിക്കുന്ന രീതി പോകുമ്പോഴത്തേക്കാണ് ആദില പറയുന്നത്, ഇതേ നമ്മുടെ സുപ്രൂട്ടൻ നിൽക്കുന്നു, സുപ്രൂട്ടനെ എടുത്ത് പൊക്കടാതൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് അനീഷിന് മറ്റേ പൊളിഞ്ഞ മൂടാ, എന്നെ വിളിക്കരുത് അങ്ങനെ, നീ കുറേ വിളിക്കുന്നു, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് അനീഷ് വന്ന് ചാടി. അത് വേറെ ഒന്നുമല്ല, അനീഷിന് കണ്ടന്റ് അത്രേ ഉള്ളൂ. ഹീസ് എ കണ്ടന്റ് മേക്കർ, കണ്ടന്റ് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് അത്രയും വലിയ പിടിക്കാനുള്ള കണ്ടന്റ് ഒന്നും ഇല്ല. പിന്നെ അനീഷേട്ടന് വേറെ കണ്ടന്റ് ഒന്നും കിട്ടാത്തതുകൊണ്ട് ഇത് കിട്ടിയപ്പോഴത്തേക്ക് അങ്ങ് പിടിച്ചു, അത്രേ ഉള്ളൂ. എനിക്കല്ലാതെ അതിനകത്ത് പുള്ളിയെ മോശക്കാരനാക്കാനൊന്നും എനിക്കൊരു താല്പര്യമില്ല. ചെറിയ കണ്ടന്റ് ആണ്, പക്ഷെ അത് പുള്ളി നല്ല രീതി അവർ കോമഡി രീതിയിൽ ചെയ്തു. ഷാനവാസ് കൂടെ പിടിക്കുന്നുണ്ട്. അനീഷിന്റെ കയ്യിൽ ആ സമയത്ത് 2 ആപ്പിളും പഴമൊക്കെ കയറിപ്പോട്ട് ഷാനവാസ് നൈസായിട്ട് സൈഡിൽ കൂടെ വന്ന് പഴമൊക്കെ എടുത്ത് തിന്നുന്ന കാണാം. അതുകൂടാതെ ലൈവിൽ നമ്മളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവർ തമ്മിലുള്ളൊരു ചെറിയ വഴക്കെന്നും പറയുന്നില്ല. ഷാനവാസും നമ്മുടെ അനീഷും കൂടെ കുഷ്യനിൽ ഇരുന്നിട്ട് രണ്ടുപേരും വളരെ രസമായിട്ടുള്ള ഒരു ടോക്കാണ് ഇവരുടെ ഇടയ്ക്ക് നടക്കുന്നത്. നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം തോന്നുന്നു ഈ വഴക്കൊക്കെ ഉണ്ടാവുന്നത്. എന്താണെങ്കിലും അതിനുശേഷം നമ്മുടെ നോമിനേഷൻ പരിപാടിയൊക്കെ നടക്കുന്നുണ്ട്. എപ്പിസോഡിൽ നോമിനേഷനെ പറ്റിയൊക്കെ നമ്മൾ സംസാരിച്ചാണ്, അതിനെപ്പറ്റി സംസാരിക്കുന്നില്ല വീണ്ടും. പക്ഷേ ഈ നോമിനേഷൻ കഴിഞ്ഞപ്പോഴത്തേക്ക് അനീഷേട്ടൻ്റെ ഒരു പ്രവൃത്തി ഞാൻ ഓൾറെഡി അതിനെപ്പറ്റി പറഞ്ഞതാണ്. അതായത് അനീഷേട്ടന് നോമിനേറ്റ് ചെയ്യാൻ പറ്റത്തില്ല, പണി കിട്ടിയതാണ്. നമ്മുടെ മറ്റേ വൈൽഡ് കാർഡ്സിൻ്റെ ഒരു പണിയാണ് അനീഷിനെ നോമിനേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ എന്നിട്ട് കൂടി അതാണ് പുള്ളിയുടെ ഒരു മെൻറ്റാലിറ്റി, പുള്ളിയുടെ ഒരു ഗെയിമറാണ് അവൻ ഉണരുന്നത്. അതായത് പുള്ളി ചാടി എണീറ്റിട്ട് എനിക്ക് പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞു, എനിക്ക് നോമിനേറ്റ് ചെയ്യാൻ പറ്റത്തില്ല, പക്ഷേ എനിക്ക് പറയാനുള്ളത് ഞാൻ പറയും, അതിനകത്ത് എനിക്ക് ആരെയും പേടിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അനുമോളെയും നമ്മുടെ നെവിൻ്റെയും പേര് പറയുന്നുണ്ട്. എനിക്ക് ഇവരെ നോമിനേറ്റ് ചെയ്യണം, ഇത് എനിക്ക് ജനങ്ങളോട് പറയാനുള്ളതാണ്. കാരണം നെവിൻ വൃത്തിയായിട്ടൊരു ക്യാപ്റ്റൻ ആയിരുന്നു, ഒന്നിനും കൊള്ളാത്തൊരു ക്യാപ്റ്റൻ. പിന്നെ അനുമോളുടെ കേസ്, ജിസൈലിൻ്റെ ഇഷ്യൂ അതാണ് പൊക്കി പിടിച്ചത്. അപ്പോൾ ഇതങ്ങോട്ട് നോമിനേറ്റ് ചെയ്ത് കഴിഞ്ഞ ഉടനെ ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നുണ്ട്, അനീഷ് പറഞ്ഞ നോമിനേഷൻ പരിഗണിക്കുന്നതല്ല. ഉടനെ അനീഷ്, അപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷിക്കേണ്ട കാര്യമൊന്നുമില്ല, കാരണം അത് പരിഗണിക്കത്തില്ല. അപ്പോൾ അനീഷ് പറയുന്നുണ്ട്, കുഴപ്പമില്ല ബിഗ് ബോസ്, എനിക്കറിയാം പരിഗണിക്കണ്ട, പക്ഷെ എനിക്ക് പറയാനുള്ളത് അത് ഞാൻ പറയുക തന്നെ ചെയ്യും എന്നൊരു സാധനം അനീഷേട്ടൻ പറയുന്നുണ്ട്. അതാണ് എനിക്ക് ഈ ഒരു ഒറ്റ കേസിലാണ് പുള്ളിയോടൊരു ഇഷ്ടം. പുള്ളിക്ക് പറയാനുള്ള പുള്ളി പറയും, അത് ആരുടെ മുഖത്ത് നോക്കിയിട്ടാണെങ്കിലും എന്ത് ചെയ്തിട്ടാണെങ്കിലും പുള്ളി പറയും. അതാണ് പുള്ളി ഒരു ഗെയിമറായിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ എനിക്ക് താല്പര്യം, അല്ലെങ്കിൽ എനിക്കത് പുള്ളിയെ ഒരു ഗെയിമറായിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ തോന്നി. അതുകൊണ്ടാണ് പുള്ളി ആരെ ഇപ്പം അനുമോളെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേര് പുള്ളിക്കെതിരെ വരുമോ, നെഗറ്റീവ് പറയുമോ എന്നുള്ളൊരു തോട്ടൊന്നും വെച്ചുകൊണ്ട് നടക്കുന്ന ആളല്ല പുള്ളി. പക്ഷെ അവിടെ പല ആളുകൾക്കും അതുണ്ട്, പക്ഷെ പുള്ളിക്കതില്ല. അതുകൊണ്ട് തന്നെ പുള്ളി ഓപ്പണായിട്ട് പറയും, അതിനോട് ഞാൻ യോജിക്കുന്നു. അപ്പോൾ ഇതൊക്കെ കഴിയുമ്പോഴത്തേക്ക്
ബിഗ് ബോസ് നമ്മുടെ ഈ നോമിനേഷൻ നോമിനേറ്റ് ചെയ്ത ആളുകളുടെയൊക്കെ പേര് വായിക്കുന്നുണ്ട്. ഫസ്റ്റ് ആര്യൻ്റെ പേര് വായിക്കുന്നുണ്ട്. ആര്യൻ്റെ പേര് വായിച്ച ഉടനെ ഉണ്ടല്ലോ, അപ്പം നൂറ ഡയറക്റ്റായിട്ട് നോമിനേറ്റ് ചെയ്തതാണ് ആര്യനെ. നൂറയുടേതായിട്ടുള്ള കാരണങ്ങളും ഉണ്ട്. അപ്പം ഈ ആര്യൻ ഇത് ബിഗ് ബോസ് ഇവൻ്റെ പേര് വിളിച്ച ഉടനെ എണീറ്റിട്ട് ഇവൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട്. നോറയെ നോക്കിയിട്ട് ഇവളെന്ത് ചുമ്മാ എൻ്റെ പേര് മറ്റേ ആ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട് ഇവൻ്റെ ആ ഒരു ആറ്റിറ്റ്യൂഡിനോട് എനിക്ക് ഒരിക്കലും യോജിക്കാൻ പറ്റാത്ത ഒരാളാണ് ഞാനതിപ്പോൾ തന്നെ നിങ്ങളോട് തുറന്ന് പറഞ്ഞേക്കാം. ഞാൻ ഇതിന് മുന്നേ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, ഇവൻ്റെ പല ആറ്റിറ്റ്യൂഡിനോടും എനിക്ക് യോജിക്കാൻ പറ്റാറില്ല. പിന്നെ നോമിനേഷനിൽ വന്നത് അല്ലെങ്കിൽ ഇപ്പം ഈ എവിക്ഷൻ വീക്കെൻഡ് നോമിനേഷനിലേക്ക് വരാത്തത് 2 പേരേ ഉള്ളൂ. ഒന്ന് ഒണിയിലും ഷാനവാസും. 2 പേരും എനിക്ക് തോന്നുന്നു ഷാനവാസിന് ഭയങ്കര സന്തോഷം ആരും പുള്ളിയെ നോമിനേറ്റ് ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക്. അപ്പോൾ ഇവർ 2 പേരും എന്തായാലും നോമിനേഷന് വന്നിട്ടില്ല. ബാക്കി എല്ലാവരും വൈൽഡ് കാർഡ്സ് ഉൾപ്പെടെ വന്നിട്ടുണ്ട്. പിന്നെ വേറൊരു സൈഡിൽ നമ്മുടെ അക്ബർ, സാബുമോൻ, ബിന്നി, രണ, ആദില ഇവർ കുറച്ച് പേരിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ആദില സാബുമോനോട്, സാബുമോനെ നിനക്കൊരു ലവ് ട്രാക്കൊക്കെ പിടിച്ചുകൂടാടാ, എന്തെങ്കിലും ഒരു ഗെയിമൊക്കെ കളിക്കണ്ടടാ. റെനയുടെയൊക്കെ ഒരു പുച്ഛമുണ്ട് പിന്നെ നമ്മുടെ സാബുമോനോട്. സാബുമോൻ ഒന്നും ചെയ്യത്തില്ല, ഒന്നിനെയും കൊള്ളത്തില്ല, ആ ഒരു സാധനമുണ്ട് റെനയ്ക്കൊക്കെ. അപ്പം ഞാൻ ആലോചിച്ചു, സത്യമാണ് സാബുമോനൊന്നും ചെയ്യുന്നില്ല. പക്ഷെ ഈ പറയുന്ന റെന എന്താ അവിടെ ചെയ്യുന്നത്? ഞാൻ പ്രത്യേകിച്ച് റെനയൊന്നും ചെയ്യുന്ന കണ്ടിട്ടില്ല. ആകെ മറ്റേ ജിസൈലിൻ്റെ കാല് പിടിക്കുന്ന പരിപാടിയെ ഞാൻ കണ്ടിട്ടുള്ളൂ. അല്ലാതെ വേറെ പ്രത്യേകിച്ച് വലിയ ഗംഭീര കണ്ടനൊന്നും റെനയുടെ ഭാഗത്തൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ എന്താണെങ്കിലും ഈ ലവ് ട്രാക്ക് പിടിച്ചൂടെ എന്നൊക്കെ ആദ്യം ചോദിക്കുന്നുണ്ട്. ഉടനെ സാബുമോൻ അനുമോളെയൊന്നും ഉടനെ അല്ലല്ല ലവ് ട്രാക്ക് പിടിച്ചൂടെ എന്ന് ചോദിക്കുമ്പോൾ അപ്പുറത്തും നമ്മുടെ അക്ബർ, അനുമോള് ഒന്ന് ട്രൈ ചെയ്യാം, നടക്കും. ഉടനെ സാബുമോൻ, അയ്യോ എൻ്റെ പൊന്നു കേട്ടാ, വേണ്ട കേട്ടാ, പാവപ്പെട്ട പ്രവീൺ അവരവിടെ കുറച്ചായിട്ട് കഷ്ടപ്പെടുന്നുണ്ട്, നമ്മളെല്ലാവരും കാണുന്നുണ്ട്, അറിയാമല്ലോ. പ്രവീൺ നല്ല രീതിയിൽ അനുമോളുടെ കൂടെ കുറച്ച് കാലം നിൽക്കാനുള്ളൊരു സാധനം തലയിലുണ്ട്. അത് പുറത്തുനിന്ന് കളയണ്ട് പോയത് കൊണ്ടാണ്. അപ്പം ആ ഒരു സാധനത്തിൻ്റെ പുറത്താണ് അകത്ത് പോയിട്ട് ഇത് അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നതല്ല. അത് വേറെ പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടായിട്ടാണോ എന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ എന്താണെങ്കിലും ഒരു സൈഡിൽ ഇവർ കുറച്ച് പേര് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. നമ്മുടെ നൂറ, ആദില ഇവർ പിന്നെയും നമ്മുടെ മേക്കപ്പ് റൂമിൻ്റെ അവിടെ താഴെ ഇങ്ങനെ കിടക്കുകയാണ്. നൂറ സങ്കടങ്ങൾ പറയുകയാണ്. കോണ്ടന്റ് ആണ്, അല്ലാതെ വേറെ പ്രത്യേകിച്ചൊന്നും അല്ല. നൂറ പറയുന്നു നമ്മുടെയൊക്കെ വീട്ടുകാരെ പറ്റി അവർ പറയുന്നുണ്ട്, അവർക്ക് അകത്തോട്ട് വരണം, അല്ലെങ്കിൽ അവർ വന്നു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമാവും എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഈ റന ഫാത്തിമ അവിടെ ഇവിടെയൊക്കെ പ്രത്യേകിച്ച് നല്ല രാത്രി എന്തോ ഇരുന്ന് അവിടെ ഇരുന്ന് പറയുന്നുണ്ട്, നമ്മുടെ മാത്രം വരാൻ ആരുമില്ല, നമുക്ക് കൂടിപ്പോയാൽ മറ്റേ ഇടയ്ക്ക് ഒരു ചേച്ചി മറ്റേ വാഷിംഗ് മെഷീനൊക്കെ ഒരാൾ സുന എടുത്ത് വെക്കുന്ന കണ്ടല്ലോ നിങ്ങൾ. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല, അവരെ പറ്റി എനിക്ക് താല്പര്യമില്ല. അപ്പോൾ എന്താണെങ്കിലും ഈ രാത്രി കിടന്നിട്ട് നമ്മുടെ റെന അവിടെയൊക്കെ പറയുന്നുണ്ട്. അതപ്പം നൂറ കേൾക്കാനിടയായി. അപ്പോൾ അത് ഭയങ്കര സങ്കടമായി നൂറയ്ക്ക് എന്നുള്ള രീതിയിലാണ് അതിലോട് പറയുന്നത്. അപ്പം എനിക്ക് സത്യം പറഞ്ഞത് കേട്ടപ്പോൾ ഒരു സങ്കടം തോന്നി കേട്ടോ. കാരണം പ്രത്യേകിച്ച് അവർക്ക് അങ്ങനെ ഫാമിലി ഒന്നും ഇല്ല. പിന്നെ നമുക്ക് ആരെയും കുറ്റം പറയാൻ പറ്റത്തില്ല. ഈ ഒരു വിഷയം അങ്ങനെ ഒരൊറ്റ വീഡിയോ കൊണ്ട് സംസാരിച്ച് പെട്ടെന്ന് തീരാൻ പറ്റും. പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഇവരുടെ ഒരു വിഷയം സംസാരിച്ചിട്ട് എനിക്ക് നിങ്ങളെ വെറുപ്പിക്കാൻ താല്പര്യമില്ല. കാരണം പല രീതിയിൽ ഇവരുടെ വിഷയം നമ്മൾ നോക്കണം. ഇവരുടെ ഫാമിലിയെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഫാമിലിക്ക് ബുദ്ധിമുട്ട് കാണൂടെ, ഇങ്ങനെ 2 പേരെ അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ട് കാണും, അത് ഉറപ്പുള്ള കാര്യം. അതിനകത്ത് നമ്മളിപ്പം എത്രയൊക്കെ നമ്മൾ മറ്റേ പ്രോഗ്രസീവ് ചിന്താഗതിയായിട്ട് നമ്മൾ മുന്നോട്ട് പോകണമെന്നൊക്കെ പറഞ്ഞാലും സ്വന്തം കുടുംബത്തിൽ വരുമ്പോഴല്ലേ നമ്മളെയൊക്കെ പ്രോഗ്രസീവ് ചിന്താഗതി നമ്മളൊന്ന് മാറ്റി വെക്കും. അത് ആരാണെങ്കിലും എത്ര വലിയ പ്രോഗ്രസീവ് ചിന്താഗതി അടിക്കുന്നവരാണെങ്കിലും സ്വന്തം കുടുംബത്തിൽ എന്തെങ്കിലും ഇത് കണക്കൊക്കെ വരുമ്പോഴേ ഇച്ചിരിയൊക്കെ ഒന്ന് മാറി ചിന്തിക്കും. അപ്പോഴത്തേക്ക് നമ്മൾ കുറച്ച് പുറകിലോട്ടൊക്കെ പോകും, പഴഞ്ചനാവും മറ്റുള്ളവരുടെ കണ്ണിൽ. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു വിഷയം വേണ്ട, ഞാനത് ഇപ്പോൾ സംസാരിക്കുന്നില്ല. പിന്നെ അവരുടെ സങ്കടം അതും ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. 2 മനുഷ്യജീവികളാണ് എന്തൊക്കെ പറഞ്ഞാലും. അപ്പോൾ അവർക്ക് സങ്കടങ്ങൾ ഉണ്ടാവും, ഒറ്റപ്പെടലിൻ്റെ ആ ഒരു സാധനമൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിനെ പറ്റിയിട്ടൊക്കെ അവരിന്ന് സംസാരിക്കുന്നുണ്ട്. 2 പേരും ഇവിടെ കിടന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കഴിയുമ്പോൾ നമ്മുടെ ക്യാപ്റ്റൻ അഭിലാഷൊക്കെ ആവുന്നുണ്ട്, ക്യാപ്റ്റൻസി മത്സരങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതിനെപ്പറ്റിയൊന്നും വലിയ എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല. നല്ല ഗെയിമൊക്കെ ആയിരുന്നു കേട്ടോ. എന്തായാലും അഭിലാഷായി. അപ്പോൾ അതിനുശേഷം നമ്മുടെ രാത്രി ആയപ്പോഴത്തേക്ക് അനീഷേട്ടൻ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ അനുമോളെയും പ്രവീണയൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. അവിടെ ഇരുന്നൊക്കെ ചെറുതായിട്ടൊക്കെ ഒരു മറ്റേ കൈ നോക്കി ഭാവി ഭൂതമൊക്കെ പറയുന്ന ചെറിയ സാധനമൊക്കെ ഉണ്ടാവട്ടെ, മുന്നോട്ട് പോട്ടെ, കണ്ടന്റുകൾ വരട്ടെ അവരുടെ ഭാഗത്തുനിന്ന്. അപ്പോൾ നമുക്ക് സംസാരിക്കാം. അപ്പോൾ എനിക്കതല്ല ഇനി പറയാൻ താല്പര്യം. എനിക്കിനി പറയാൻ താല്പര്യം രാത്രിയിൽ നമ്മുടെ അനീഷേട്ടൻ ഇറങ്ങി. എൻ്റെ കട്ടിലിൽ ഒട്ടിച്ചിരുന്ന പേരെവിടെ? അനീഷ് എന്ന് പറഞ്ഞൊരു പേരവിടെ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഈ ജിസൈലിൻ്റെ മിക്കവരുടെയും മറ്റേ ഈ കട്ടിലിൻ്റെ അവിടെ പേരിങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം അനീഷിനും ഉണ്ടായിരുന്നു, അത് കാണുന്നില്ല, അതാരോ പറിച്ചുകൊണ്ട് പോയി. എനിക്ക് തോന്നുന്നു മസ്താനിയാണോ അത് മുക്കിയ എന്നുള്ളൊരു സംശയമുണ്ട്. കാരണം നമ്മുടെ എപ്പിസോഡ് തീരുമ്പോഴത്തേക്ക് മസ്താനി ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോകുന്നുണ്ട്, നാളെ ഇപ്പോൾ ചെയ്തു വെച്ചേക്കുന്ന ഞാൻ നാളെ നോക്കട്ടെ, പറ്റുവാണെങ്കിൽ കളയാം. അതെന്താണെന്ന് പറയാം, അത് വേറൊന്നുമല്ല. അപ്പോൾ ഈ സാധനം കാണുന്നില്ല. അനീഷേട്ടൻ അവിടെയൊക്കെ ചോദിച്ച് നടക്കുന്നുണ്ട്. നമ്മുടെ ക്യാപ്റ്റനെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ക്യാപ്റ്റനോട് പറയുന്നു, കാണൂ എവിടെ എൻ്റെ സാധനം എവിടെ? ഞാൻ രാവിലെ ഉണരുമ്പോൾ ഇത് കണ്ടായിരുന്നു ഉണരുന്നത്, എൻ്റെ ഉന്മേഷമായിരുന്നു അതില്ല എന്നൊക്കെ പറയുമ്പം അഭിലാഷിന് സത്യം പറഞ്ഞൊന്നും പറയാൻ പറ്റുന്നില്ല, കാരണം ക്യാപ്റ്റനാണ്. പക്ഷെ ഇതൊക്കെ അവിടെ ചോദിച്ചോണ്ട് നടക്കുന്നുണ്ട്. അനുമോളുടെയൊക്കെ ഫ്രണ്ടിൽ പോയി ചാടുന്നുണ്ട്. അനുമോൾ ചോദിക്കുന്നു, ചേട്ടാ കൊച്ചാണോ? ചേട്ടൻ എന്തോ ഈ പറയുന്നത്?
എന്നൊക്കെ അനുമോള് ചോദിക്കുന്നുണ്ട്. അനുമോക്കത് ചോദിക്കാനുള്ളൊരു റൈറ്റ് ഉണ്ടോ എന്ന് ഞാനപ്പോൾ ആലോചിച്ചു. കാരണം ഒരു പാവക്കുട്ടിയെ നെഞ്ചത്ത് പിടിച്ച് ഒറ്റപ്പെടൽ പരിപാടി കാണിക്കുന്ന ഒരാളാണ് അനുമോള്. അപ്പം അനീഷ് ഈ പറയുന്ന സാധനത്തിനോടൊന്നും യോജിക്കാനേ പറ്റത്തുള്ളൂ. അല്ലാതെ അനുമോക്ക് കയറി ഇങ്ങനെയൊക്കെ പറയുന്നതിനകത്ത് വല്ല ആൾക്കാർ ചോദിക്കും അനുമോളെ, നീ പാവക്കുട്ടിയെ പിടിച്ചുകൊണ്ട് കിടക്കുന്നപ്പോൾ കൊച്ചു പിള്ളേരുടെ പരിപാടിയല്ലേ? അനീഷ് അത് തന്നെ ചെയ്യുന്നുള്ളൂ. അനീഷും സെയിം തന്നെ. അനീഷ് ഒന്നുമില്ല, അനീഷ് പ്യുവർ കണ്ടന്റ്. രാത്രി കിടക്കാൻ പോകുന്നതിന് മുമ്പും പ്രത്യേകിച്ച് വലിയ കണ്ടന്റ് ഒന്നും ഇപ്പോൾ ഉണ്ടാക്കാൻ പറ്റുന്നില്ല. ആ ഒരു സാധനം അകത്ത് കാണും. അപ്പൊ അതുകൊണ്ടൊരു കണ്ടന്റ് വേറെ ആരും അടിച്ചുകൊണ്ട് പോയി, അത് ആരാണെന്നും പറഞ്ഞ് അവിടെ കിടന്നെങ്കിൽ ഒച്ച വെക്കുക, അല്ലാതെ വേറെ വലിയ കാര്യമൊന്നുമില്ല. പക്ഷെ എന്തായാലും കൊള്ളായിരുന്നു. അപ്പൊ ഇത് കഴിയുമ്പോഴത്തേക്ക് ആരുടെയെന്നോ ക്യൂടെക്സ് എന്തോ മേടിച്ചുകൊണ്ട് വന്നിട്ട് ക്യൂടെക്സ് വെച്ച് അവിടെ എഴുതി വെക്കുന്നുണ്ട്, എന്താണ് അനീഷ് എന്നും പറഞ്ഞു. അപ്പം അക്ബർ ഇത് കണ്ടോണ്ടിരിപ്പുണ്ട്. അക്ബറിന് ചിരി വരുന്നുണ്ട്, പക്ഷെ നല്ല രീതിയിൽ അവർ സംസാരിക്കുന്നുണ്ട് അവിടെ. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് അനീഷ് കിടക്കാൻ പോകുമ്പോഴത്തേക്ക് നമ്മുടെ മസ്താനി അതുവഴി ഇങ്ങനെ നടന്നു പോകുമ്പോഴാണ് ഇവള് പറയുന്നത്, നോക്കട്ടെ നാളെ ഞാൻ ഇതും കൂടെ എങ്ങനെയെങ്കിലും കളയാൻ പറ്റുമോ നോക്കട്ടെ എന്നൊരു സാധനം ഇവള് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ അത് കേട്ടപ്പോഴാണ് എനിക്ക് തോന്നിയത്, ഇനി ആ പേരെടുത്ത് കളഞ്ഞതും ആ പേപ്പർ വെച്ച് ഒട്ടിച്ച് വെച്ചതും കളഞ്ഞതും ഇവളാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. പിന്നെ ഇവൾക്ക് ഇങ്ങനത്തെ ചൊറി സ്വഭാവങ്ങൾ, ഇവളുടെ കോണ്ടന്റ് ഇതാണല്ലോ. അന്ന് കയറിയപ്പോ രേണുസുതി ഒന്നിനും കൊള്ളത്തില്ല സത്യമായിട്ടുള്ള കാര്യം. പക്ഷെ അതിനുശേഷം ഇവള് കാണിക്കുന്ന എന്താ, അനീഷിന്റെ കുടുംബത്തെ പറയുക, പുറത്തെ കഥകളൊക്കെ അവിടെ ചെന്ന് പറയുക, ഇതൊക്കെ ഓക്കെ, എല്ലാം ഓക്കെ. എന്തെങ്കിലും പണിയും കൂടെ ചെയ്തേടെ, അവിടെ എന്തെങ്കിലും ചെയ്തുകൂടെ? ഒരു പാത്രം കഴുകി വെക്കാൻ പോലും വയ്യ കൊച്ചിന്. ഇവള് പിന്നെ എന്ത് കോണ്ടന്റ് ഉണ്ടാക്കിയിട്ടും ഒരു കൊണ്ടും കാര്യം ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നിങ്ങൾ പറ. എനിക്ക് എന്തായാലും മസ്താനിയുടെ ഗെയിമിനോട് തീരെ യോജിപ്പില്ലാത്തൊരു വ്യക്തിയാണ്. ഗെയിം ഓക്കെ, ഗെയിം കളിച്ചോട്ടെ, അല്ലെങ്കിൽ ഗെയിം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ കളിച്ചു പോട്ടെ. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് ചെറിയ കഴിക്കുന്ന പാത്രം പോലും, പിന്നെ കിട്ടുന്ന അധികാരം പോലും ഒന്ന് മര്യാദയ്ക്ക് കൈകാര്യം ചെയ്യാൻ പറ്റാത്ത ഒരു ക്യാപ്റ്റൻ, ഒരു വ്യക്തി ബിഗ് ബോസ് ഹൗസിൽ നിൽക്കുന്നത് കൊണ്ടുള്ള ഗുണം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കോണ്ടന്റ് മാത്രമാണെങ്കിൽ പോലും നല്ല ക്വാളിറ്റി കണ്ടന്റ് ഇല്ലെങ്കിൽ അങ്ങനെയുള്ള കണ്ടന്റ് തരട്ടെ, അല്ലേ? ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയ്ക്കായി സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.